ഹലോ! ഹെഡ്മിയിലുടർന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വാട്സപ്പിൽ കോണ്ടാക്ട് ഉള്ള എല്ലാവർക്കും ഞങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാം. ഓരോ ദിവസം ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ പുതിയ പ്രോഡക്റ്റുകൾ വരുന്നു, എല്ലാം വാട്സപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ കോണ്ടാക്ട് ഇല്ലാത്തവർക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഒരു ദിവസത്തെ അല്ല, പല ദിവസത്തെ വീഡിയോകളാണ്. ഒരു ദിവസം വീട്ടിൽ പോയതിന്റെ ഒരു വീഡിയോ ആണ് കുറച്ച് ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അഞ്ചൽ വീട്ടിൽ. അപ്പോ ആങ്ങളയുടെ വൈഫിന്റെ ചേട്ടത്തിയുടെ മോടെ കല്യാണത്തിനോടനുബന്ധിച്ച് അവര് പോയപ്പോ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര എന്താണ്, ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശരീരത്തിന് ചൂടും വെപ്രാളവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്. അതിന്റെയൊക്കെ അനുബന്ധിച്ചായിരിക്കാം. അപ്പൊ അമ്മയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ ചെല്ലനെ വിളിച്ചിരുന്നു, ചെല്ലണേ എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ ദിവസമായിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ അഞ്ചൽ പട്ടണത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പല ഓർമ്മകളാണ് കേട്ടോ. കാരണം കുഞ്ഞിലെ എന്തോരം നടന്നിട്ടുള്ള റോഡാണ്. ഞാൻ പഠിച്ചത് അഞ്ചൽ ഈസ്റ്റ് സ്കൂളിലാണ്. എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് തോന്നുന്നു സ്കൂളിലേക്ക് കുറഞ്ഞ ദൂരം 1 മണിക്കൂർ നടത്തമുണ്ട്. തീർച്ചയായിട്ടും കോളേജ് ജംഗ്ഷൻ വഴി ശബരി ഹോസ്പിറ്റലിന്റെ അതിലെ ഗവൺമെന്റ് ആശുപത്രിയുടെ അതിലെ കയറി ഷോർട്ട് കട്ടൊക്കെയാണ് ഈസ്റ്റ് സ്കൂളിൽ പോയിട്ടുള്ളത്. രാവിലെ ട്യൂഷൻ ഉള്ളപ്പം എനിക്ക് തോന്നുന്നു 7 മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ട് സ്കൂള് കഴിഞ്ഞിട്ട് വീണ്ടും വൈകിട്ട് ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് ഒരു സമയമാവും വീട്ടിലെത്തുമ്പോൾ. അന്ന് ബസ്സോ ഓട്ടോയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാരും കൂടെ ഒരുമിച്ച് നടന്നാണ് പോകുന്നത്. ഈ വഴിയൊക്കെ എന്തോരം നടന്നിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഓർക്കാൻ പോലും വയ്യ കേട്ടോ. ഇപ്പൊ അങ്ങനെയൊക്കെ നടന്നു പോയെന്ന് ഓർക്കുമ്പോൾ മനസ്സിലെന്തോ ഒരു ഭീതി പോലാണ് സത്യമായിട്ടും. അപ്പൊ എന്നെ പോലെ അഞ്ചല് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദാ നമ്മുടെ അഞ്ചൽ പട്ടണം ഇതാണ്, ജനിച്ചു വളർന്ന നാട്. അങ്ങനെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത്. അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു വീഡിയോ ആണേ. ഇതാരാണ്? എനിക്ക് വേറൊന്നും ഇല്ലയോ? എനിക്ക് ബീഫായി എന്തിയേ? നീ എനിക്ക് എന്താ ബീഫായി കൊണ്ടുവരുന്നേ? ഇതെന്തുവാ? ഓ, ഷുഗർ ഇല്ലാത്ത ബിസ്ക്കറ്റ്. അത് ആർക്ക് കൊണ്ടുവന്നിയാ? ഷുഗർ കൂടുതലല്ലേ? ആണോ? അതിന് ഈ ബിസ്ക്കറ്റ് ആർക്കാ? അയ്യോ. എന്നിട്ട് നീ അമ്മയടുത്ത് പറയുന്ന എന്താ? വെഞ്ചാൻറ്റി ഉണ്ട് ഇച്ചിരി ബീഫ് ഫ്രൈ എടുത്തോണ്ട് വരാൻ. പിന്നെ ഉടുപ്പിലൊന്നും ആയില്ല. എന്നിട്ട് കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ലൈറ്റ് കണ്ടോ? പുതിയ വാച്ചാണോ? പുതിയ വാച്ചാ ആണോ? ആ കണ്ടോ? ഇതിന്റെ ലൈറ്റ് ജെസ്സിയോ? അതാരാ ജെസ്സി? അങ്ങനെ പറ, ജെസ്സി അമ്മി. എന്നിട്ട് ഇങ്ങോട്ട് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ്. ഇങ്ങോട്ട് വരുന്നില്ലെന്നോ? അപ്പൊ നിനക്ക് വരെ ഇഷ്ടമായിരുന്നോ? ആഹാ. മേപ്പടയിലിട്ട് ഷർട്ട് പപ്പ ഓടിപ്പിച്ച് കളഞ്ഞൊന്നുമില്ല. ആണോ? അന്നേരം കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണത്തിന് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. നീ തിന്നോ ഐസ്ക്രീം? പിന്നെ പിന്നെ ജ്യൂസുകൾ ഉണ്ടായിരുന്നു. വാട്ടർമെലൺ ജ്യൂസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. നീ എന്താ തിന്നു? കഴിച്ചില്ലയോ? മട്ടൻ കഴിച്ചോ? മട്ടൻ എന്തുകൊണ്ടായിരുന്നു? മട്ടൻ കറിയോ? മട്ടൻ ബിരിയാണിയാണോ? എടാ, ഒരു മട്ടൻ ബിരിയാണി എന്താണ് എനിക്ക് കൊണ്ടുവരാഞ്ഞേ? മട്ടൻ ബിരിയാണി എനിക്ക് കൊണ്ടുവരാഞ്ഞേ എന്താ?
എങ്കിൽ എന്നാലും വെഞ്ചിയമ്മയോടുണ്ട് ഒരു പട്ടം ബിരിയാണിയാന്ന് പറയണ്ടായിരുന്നോ? അയ്യോ എന്റെ അമ്മ, അങ്ങനെ എനിക്ക് വേണ്ട. എല്ലാമൊക്കെ എടുത്തോ, ഒന്നുകൂടെ റീചെക്ക് ചെയ്യോ. ബാഗിനകത്തുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എടുത്തായിരുന്നു, നോക്കണേ. ചുമ്മാറ ഡ്രസ്സ് എല്ലാം വാരി ഇതിനകത്തിട്ട് വന്നപ്പോഴേ ഊരി. കുഞ്ഞ് ഉറങ്ങിയോ? ഇതെന്തോ വന്നിങ്ങനെ കിടക്കുന്നേ? ക്ഷീണോ വന്നോ? ഉറക്കം വരുന്നോ? ആഹാ, അയ്യോ കാറിലൊന്നും ശ്രദ്ധിച്ചില്ല, കാറിലൊന്നും പറ്റില്ല. പിന്നെ കവറിലാന്ന് ശ്രദ്ധിച്ചേ? ഒത്തിരി ശ്രദ്ധിച്ചോ? ഞാൻ മേപ്പായി പോയപ്പോഴല്ല, ഞാൻ വലിയ വായെടുത്ത് ഞാൻ ശ്രദ്ധിച്ച് കാറിൽ എല്ലായിടത്തും വീണു. ജോഷും ഇച്ചായിട്ട് വീണു. അതെന്താണ് എനിക്ക് യാത്ര ചെയ്തതിന്റെ ക്ഷീണമാണോ? കുഞ്ഞെങ്കി കിടന്നു. ക്ഷീണമാണെങ്കിൽ കിടന്നു. ജോസങ്കിളിന്റെ ക്ഷീണമാന്നേ കിടന്നു. എനിക്ക് മാസുണ്ട്. അവന് ക്ഷീണോ, അവൻ കിടന്നോട്ടെ. ലൈറ്റ് കട്ടിട്ട് സമയമായി കട്ടായി പോയി. പക്ഷെ ഇത് 0 ആക്കിയിട്ട് ശരിയാക്കി വെക്കണം. 0 ആക്കാൻ എനിക്കറിയാം. അവിടെ ഇത് തന്നെ കൂടി കണ്ട 0 ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശിവച്ചി 2-3 ദിവസം മുമ്പേ പോയായിരുന്നു കുഞ്ഞുങ്ങളുമായിട്ട്. ആങ്ങളെ അന്ന് രാവിലെയാണ് പോയത് കേട്ടോ. കാരണം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്തിരിയെങ്കിലും യാത്ര ചെയ്യാനാവുമായിരുന്നു എങ്കിൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിലാക്കിയേച്ച്, അവര് തിരുവല്ലയിലാണ് പോയത്. അപ്പം വീട്ടിലാക്കിയേച്ച് അവർ തിരിച്ചു വരുമ്പോൾ അമ്മയും കൊണ്ടങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. അമ്മ ഇപ്പൊ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ ചർച്ചിൽ പോകാൻ പോലും അന്ന് പോയാൽ പിന്നെ ആ ദിവസം മൊത്തവും കിടപ്പായിരിക്കും. ഭയങ്കര ക്ഷീണമാണ്. ഈ മെഡിസിനൊക്കെ എടുക്കുന്നതിന്റെ ആയിരിക്കാം. രാത്രി ഉറക്കമില്ല, ശരീരം മൊത്തം പുകച്ചില്, വെപ്രാളം, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോയാലും അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ പ്രായമാവും തോറും ശരീരത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ. ഇതിന്റെയൊക്കെ ആയിരിക്കാം. എന്തായാലും രാവിലെ ഞങ്ങൾ വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം വൈകിട്ട് അവിടെ തിരിച്ച് വന്ന വഴി കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഞാനിങ്ങനെ പുറത്തു പോകുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുന്നതും. അപ്പോൾ സ്ഥിരം ഇപ്പം ഈ സൂപ്പർ മാർക്കറ്റ് നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നോക്കി എത്രയും വേണോ അത്രയും മാത്രം എടുത്താൽ മതിയല്ലോ. ചിലപ്പോഴൊക്കെ ഞാനൊരു 4 പേരയ്ക്ക, 4 ഓറഞ്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേ, പല ഐറ്റംസ്, പല ഫ്രൂട്ട്സ് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ. നമ്മളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറുവാണെങ്കിൽ അങ്ങനെ നമുക്ക് തരില്ല എന്നാണ് എന്റെ വിശ്വാസം. 1/2 കിലോ, 1 കിലോ അങ്ങനെയൊക്കെ കണക്ക് നമുക്ക് നോക്കിയെടുക്കാനും പറ്റില്ല. ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. അതുകൊണ്ട് സ്ഥിരം ഇപ്പം കൊട്ടാരക്കര സ്മാർട്ടിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളത്. നാരങ്ങ അച്ചാർ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ നാരങ്ങ അച്ചാർ മേടിച്ചവർക്കറിയാം, ഒരു നാരങ്ങയുടെ ആ ഒരു മണത്തേക്കാൾ കൂടുതൽ ആ കാന്താരി ഇട്ടത് കൊണ്ടേ ആ കാന്താരിയുടെ ഒരു മണവും കൂടെ മിക്സ് ആയിട്ട് അങ്ങനെയുള്ള ഒരു മണമാണ് നമ്മുടെ നാരങ്ങ അച്ചാറിന്. ഞാൻ ആദ്യമായിട്ടാണ് ചുമന്ന നാരങ്ങയ്ക്കകത്ത് കാന്താരി ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് കൂടുതൽ കാന്താരി ഇട്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ആ ഒരു മണമുണ്ട്. കാന്താരിയുടെ എടുത്തറിയുന്നില്ല, നാരങ്ങ ഇതുകൂടായപ്പം ഒരു വേറെ ഒരു മണമാണ്. അപ്പോൾ സാമ്പാർ കൂടി ഉണ്ടാക്കി അത് പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വെയിറ്റ് നോക്കി അങ്ങോട്ട് വെക്കും. ജോസ് അത് സീല് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആഴ്ചത്തേക്കുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഒത്തിരി ചെയ്ത് വെച്ചേക്കാറില്ല. നമ്മുടെ സാമ്പാർ പൊടിക്ക് ധാരാളം ആരാധകരുണ്ട് കേട്ടോ. ഇവരിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര ഒരു അസൂയയും കുശുമ്പും ഒക്കെ തോന്നാറുണ്ട് കേട്ടോ. കാരണം ഒന്നും അറിയേണ്ട ഒരു ടെൻഷനും ഇല്ല. ഇത് പറമ്പിലാണ് കിടക്കുന്നത്, മുറ്റത്തല്ല. ഇത് കണ്ടപ്പം എനിക്ക് ഭയങ്കര രസം തോന്നി കേട്ടോ. ആങ്ങളും ഞങ്ങളോട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അന്ന് മീനച്ചാർ ഇടുന്ന ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പല ദിവസത്തെ വീഡിയോസ് ആണ്. അപ്പൊ മീനൊക്കെ തിന്ന് കുമ്പ നിറച്ച് കിടക്കുന്നതാണ്. മീനച്ചാറും ബീഫച്ചാറും ഇടുന്ന ദിവസം ഇവർക്ക് നല്ലതാണ്. മീൻ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്താണ് അവിടുന്ന് കൊണ്ടുവരുന്നതെന്നെങ്കിലും വീണ്ടും എനിക്കൊരു ക്ലീനിങ് ഉണ്ട്. അന്നേരം ഉമാർക്കുള്ളത് ഇഷ്ടം പോലെ കിട്ടും.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവരെ കാണുമ്പോൾ എനിക്ക് അസൂയ വരാറുണ്ട്. പക്ഷേ നല്ല വീടല്ലെന്നുണ്ടെങ്കിൽ അതുങ്ങൾക്ക് ജീവൻ പോവാനും അത് മതി. ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഉപദ്രവിക്കുമല്ലോ. പാക്കിങ്ങിന്റെ ആണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ബദാമും നല്ല കാഷ്യൂവും ഒക്കെ 3 ടൈപ്പിലുള്ള കാഷ്യൂ കൊടുക്കുന്നുണ്ട്. ബോർമ പരിപ്പുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഓർഡറുകൾ വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ഓർഡർ ആയിരുന്നു. മധുരമുള്ള ഏത്തയ്ക്ക, അതായത് ഒത്തിരി പഴുത്തതല്ല, ചെറുതായിട്ട് നല്ല വിളഞ്ഞ് വരുന്ന പരുവമുണ്ടല്ലോ, ചെറിയ ഒരു മധുരത്തോടു കൂടി. അങ്ങനെ ഒരു സ്പെഷ്യൽ ഓർഡർ വന്നതായിരുന്നു. ആക്ച്വലി 2 പോലെ എടുത്തു. ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ എനിക്കൊരു ദിവസം തീരെ സമയം കിട്ടിയില്ല. ആ വ്യത്യാസത്തിൽ അതിന്റെ പകുതിയും പഴുത്തുപോയി. പിന്നെ വീണ്ടും ഒരു കൊല എടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ അത് വാക്ക് കൊടുത്താൽ കറക്റ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള മധുരമുള്ള ചിപ്സ് ആണ് ദിവസം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മൊത്തം ബേക്കറിയുടെ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. മദ്രാസിലേക്ക് അയക്കാനായിരുന്നു. അപ്പൊ ചിപ്സ് മാത്രമേ ഞാൻ ചെയ്തതുള്ളൂ. ബാക്കി നമ്മൾ പുറത്ത് ബേക്കറിയുടെ ഒക്കെ ഓർഡർ വരുമ്പോൾ ചെയ്യിക്കുന്നവരോടുണ്ട്, അവിടെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. അരിയുണ്ട, കുഴലപ്പം. അപ്പൊ അച്ചപ്പത്തിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അയച്ചുകൊണ്ടിരുന്നതാണ്. പൊടിയുന്നത് കൊണ്ട് പിന്നെ അധികം അയക്കാറില്ല. അപ്പൊ നന്നായിട്ട് ബബിൾ റാപ്പ് ഇട്ട് അയക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വീണ്ടും കട്ടിക്ക് ബബിൾ റാപ്പ് ഇട്ടാണ് അയച്ചത് കേട്ടോ. പക്ഷേ അച്ചപ്പം അവിടെ എത്തിയപ്പോഴത്തേക്കും മൊത്തത്തിൽ പൊടിഞ്ഞു പോയി. കൊഴലപ്പം കുഴപ്പമില്ലായിരുന്നു, അരിയുണ്ടയും കുഴപ്പമില്ലായിരുന്നു. അരിയുണ്ടയാണെങ്കിൽ ഒത്തിരി സോഫ്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. കാരണം കൊറിയർ അയക്കുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അരിയുണ്ട ഓർഡർ തരുന്നവർ പറയാറുമുണ്ട്, പൊടിഞ്ഞു പോകല്ലേ. അത്യാവശ്യം അരിയുണ്ട എന്ന് പറയുമ്പോൾ അറിയാലോ, ഒത്തിരി സോഫ്റ്റും അല്ല ഒത്തിരി കട്ടിയല്ല, ആ പരുവത്തിനായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം ഇത് മദ്രാസിന് ഒരു കൊറിയർ അയച്ചായിരുന്നു. കുഴലപ്പം, അച്ചപ്പം, അരിയുണ്ട, ചിപ്സ്, ശർക്കര വരട്ടി ഒക്കെ. അപ്പൊ മാങ്ങ അച്ചാറിന്റെ ഓർഡർ പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. സാധനം എടുക്കാൻ വരുന്ന പാർട്ടി എല്ലാ ആഴ്ചയും നമുക്ക് ഒരു 2-3 കസ്റ്റമേഴ്സിലും വന്നെടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തൊന്നുമല്ല, ദൂരെയുള്ളവർ തന്നെയാണ് വരുന്നത്. എറണാകുളം, ട്രിവാൻഡ്രം, കോഴഞ്ചേരി, തിരുവല്ല, അടൂര്, പത്തനാപുരം, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട് കേട്ടോ. നമ്മൾ മാപ്പ് ഇട്ട് കൊടുക്കും, കറക്റ്റ് എത്തും. അപ്പൊ അതില് ഒരു കൂട്ടർക്ക് മാങ്ങാച്ചാർ അർജന്റ് ആയിരുന്നു, അങ്ങനെ മാങ്ങാച്ചാർ ഇട്ടതാണ്. പിന്നെ ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓർഡർ വരുമ്പോൾ ചെയ്യുന്നതാണ്. ഇത് പക്ഷെ എനിക്കും കുറച്ച് വേണമായിരുന്നു, കുറച്ച് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയേ. അപ്പൊ എല്ലാരും ഉരുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉരുക്ക് വെളിച്ചെണ്ണ മാത്രമായിട്ട് നമുക്ക് തലയിൽ തേക്കാം. അപ്പൊ ഞാനൊരു 3-4 ദിവസമായി ഈ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഉരുക്കാൻ സമയം കിട്ടിയില്ല. രാത്രിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. വലിയ ഉരുളി എടുത്താണ് ചെയ്യുന്നത്. ഇന്റാലിയത്തിന്റെ ഇതിനകത്താകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഉരുകി കിട്ടും. കുറെ ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ. കുറെ ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് വിടുവാണ്. കാരണം അത്യാവശ്യം നല്ല പണിയുള്ള ഒരു പണിയാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കല്. അത് നല്ല തേങ്ങയല്ലെന്നുണ്ടെങ്കിൽ പണിയും കിട്ടും. കാരണം ഓയിൽ അധികം കാണത്തില്ല, വെറും പിശട് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇത് കാണുമ്പം ഇച്ചിരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് 1 ലിറ്റർ എണ്ണ കിട്ടി ഇതിനകത്തുനിന്ന്. 1 ലിറ്ററും ഇച്ചിരി കൂടെ കിട്ടി. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ലാസ്റ്റിലെ ആ കക്കൻ തിന്നാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പലരും പറയാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഒരു നിസ്സാരം ഒരു 2-3 കുഞ്ഞി പീസ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു മടുപ്പ് വന്നു. ബാക്കിയെല്ലാം പിന്നെ കളയുമായിരുന്നു കേട്ടോ. അത് കളഞ്ഞപ്പോ കുറെയൊക്കെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുണ്ടല്ലോ, അവര് അന്ന് മൊത്തം അവര് ബോധം കെട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ഒരു ചെറിയ വെള്ളവും വെച്ചു കൊടുത്തു അവർക്ക് വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും, ഉറങ്ങും. ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് കണ്ടത്. സാർ എവിടെ ആയിരുന്നു? സാർ എവിടെ പോയേക്കുമായിരുന്നു? എടാ, ഇന്നലെ രാത്രി നിന്നെ ഇവർ കൊന്നാൻ ഓടിക്കുന്ന കണ്ടല്ലേ? നീ ജീവനും കൂടെ പറക്കുന്ന കണ്ടല്ലേ? എടാ, നിന്നെ കടിച്ചോ? വന്നിട്ടോ കടിച്ചോ? നിന്നെ ഇന്നലെ ഒരു കൊന്നൻ ഓടിക്കുന്ന കണ്ടടാ ഞാൻ രാത്രി. നിന്നെ ഓടിച്ചെന്ന് കണ്ടു കേട്ടോ. നിന്നെ ഓടിച്ചെന്ന് കണ്ടു. ഇറങ്ങിപ്പോ. അകത്ത് കയറിയ അടി കിട്ടുവേ. അകത്ത് കയറരുത്. നിനക്ക് ഇവിടെ വരെ ഉള്ളു പ്രവേശനം. നിനക്ക് ഈ സ്റ്റെപ്പ് വരെ ഉള്ളു പ്രവേശനം, കേട്ടല്ലേ? അത് കഴിഞ്ഞാൽ നിനക്ക് പ്രവേശനമില്ലാഹി, കേട്ടോ. ഇതാ ഞാൻ നിന്നെ അടുപ്പിക്കാത്ത. നീ കടിക്കും ഇടയ്ക്ക്. എടാ വേണ്ട, നിൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ ഞാനില്ല. നീ അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്കൊരു കടിയുണ്ട്. എന്തിനാ കടിക്കുന്നേ? എന്തിനാടാ കടിക്കുന്നേ?
എന്തിനാടാ കടിക്കുന്നേ? നീ കടിക്കുന്നേ എന്തിനാ? ഞാൻ നിന്നെ എന്തേലും ചെയ്യാൻ വരുന്നു? നിന്നെ ഞാൻ സ്നേഹിക്കുന്നതില്ലയോ? അന്നേരം നീ എന്തിനാ എന്നെ കടിക്കുന്നേ? ഞാൻ സ്നേഹിക്കുമ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടേ. അപ്പൊ രണ്ടുപേരുടെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ വെളിച്ചെണ്ണ ചെയ്തിട്ടുണ്ട്, വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന്. ബാക്കി ആരുടെയും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒന്നും ഇല്ല. അപ്പോഴത്തേക്ക് ആരെങ്കിലും ചോദിക്കും ഒരു വെളിച്ചെണ്ണ ഉണ്ടോ എന്ന് അവർക്ക് കൊടുക്കും. ഇപ്പോഴും ഈ ഒരു 2 ആഴ്ച കൊണ്ട് അഡ്വാൻസ് ഓർഡർ കുറെ കിടപ്പുണ്ട്. ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞു വെച്ചവർക്കായിരിക്കുമേ കൊടുക്കുന്നത്. ഇതെനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്നോ, ഞാൻ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം അതിനകത്താണ് നമ്മുടെ ബാക്കിയുള്ള കൊച്ചുള്ളി, നെല്ലിക്ക, ആര്യവേപ്പില, കറിവേപ്പില, പിന്നെന്താണ് പേരയില, ചെമ്പരത്തിപ്പൂവ്, പിന്നെന്താണ് മുരിങ്ങ ഇല, പിന്നെ കുറെ പൊടി ഐറ്റംസ്, ഇതെല്ലാം കൂടി ഇട്ടാണ് എണ്ണ കാച്ചുന്നത്. അപ്പോ ഇങ്ങനെ ചെയ്യാതെ ആ തേങ്ങാപ്പാലിനകത്ത് തന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉരുക്കിയെടുത്താൽ മതിയായിരുന്നു. കാരണം ഞാൻ 1 ലിറ്റർ ഒഴിച്ച് ചെയ്തിട്ട് എനിക്ക് 1/2 ലിറ്റർ എണ്ണ കിട്ടിയില്ല. 350 400 ഗ്രാമേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം വറ്റിപ്പോയി. അബദ്ധമാണ് ചെയ്തത്. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയ്ക്കകത്ത് ഈ മരുന്നുകളെല്ലാം കൂടി ഇട്ടതൊന്ന് നന്നായിട്ട് മൂക്കാറാവുമ്പോ ബാക്കി എണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയായിരുന്നു. മണ്ടത്തരമാണ് കാണിച്ചത്. എന്തായാലും കുറേ ദിവസമായിട്ട് ജോസാനും പറയുന്നു ഇതിന് എണ്ണ കാച്ചണം 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 അങ്ങനെ പറഞ്ഞിടും. ഈ ഉരുക്ക് വെളിച്ചെണ്ണ മാത്രമായിട്ട് നമുക്ക് തലയിൽ തേക്കാം, ശരീരം മുഴുവൻ തേക്കാം. എംറ്റി സ്റ്റൊമക്കിൽ 1 സ്പൂൺ കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അതിനകത്ത് ഗുഡ് കൊളസ്ട്രോൾ ആണ്, പലവിധ രോഗങ്ങളെ അകറ്റാൻ നല്ലതാണ്. കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക്. എൻ്റെ ഇന്ന് വാങ്ങുന്നവരെല്ലാം കുഞ്ഞുങ്ങൾക്ക് തേക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ തലയിൽ തേക്കാനോ കുളിപ്പിക്കാനോ ഒക്കെയാണ് വാങ്ങുന്നത്. കുറച്ച് നെത്തോലി ഇരിപ്പുണ്ട്, അത് തോരൻ വെക്കാനാണ്. ഞാൻ മീൻ കാണിക്കാം. ഞങ്ങളുടെ ഇവിടെ നെത്തോലി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കൊച്ചുള്ളി ചതച്ചതാണിത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമുളകല്ല കാന്താരിയായിരുന്നു, കാന്താരി, കൊച്ചുള്ളി ചതച്ചത്. തേങ്ങ സാധാരണ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. ഇത് പക്ഷെ ചെറുതായിട്ട് ചിരകി വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. ഡയറക്റ്റ് ഇട്ട് ഇളക്കി അങ്ങ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഇത് എന്താണ് ഷോർട്ട് കട്ടാണ്. കാണുന്നവര് എക്സ്പീരിയൻസ് ഉള്ളവര് വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. സമയം ലാഭിക്കാൻ ചെയ്യുന്നതാണ് കേട്ടോ. അതിനകത്തേക്ക് മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി. പലരും ഉലുവാപ്പൊടി മീൻ പീരയ്ക്ക് ചേർക്കാറില്ല. ഒന്ന് ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൈകൊണ്ട് നല്ലപോലെ ഞെരടിയ ശേഷം പുളിവെള്ളവും പുളിയൊക്കെ പിച്ചിയിട്ട് നമ്മുടെ മീനും അതിനകത്തേക്ക് ഇട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ പീര സൂപ്പറായിട്ട് കിട്ടും. നല്ലപോലെ ഞെരിടണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇപ്പം മീനാണെങ്കിൽ നെത്തോലി മീനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഇത്തിരി വലിയ മീനുള്ളത് ഞാനൊന്ന് 2ആയിട്ട് ഇടുവാണേ. കാരണം എല്ലാം ഒരേപോലെയല്ല, ഒത്തിരി വലിപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പൊതുവെ ഇത് ഫ്രൈ ചെയ്യാനും നല്ലതാണ്. എനിക്ക് പക്ഷേ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ പീര പറ്റിക്കുന്നതാണ്. പീര പറ്റിക്കുക, മീൻ തോരൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇത് മാത്രം ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. അത് മാത്രം മതി ഇട്ട് ഇളക്കി കഴിക്കാനായിട്ട്. കടയിൽ സാധനം എടുക്കാൻ ആൾ വന്നപ്പം ഓരോ പ്രാവശ്യം ഓർക്കുമ്പോൾ എനിക്കുള്ള സാധനം എടുത്തുകൊണ്ട് വരും. കൊതുക് തിരി. ഇത് കൊതുകില്ലെങ്കിലും രാവിലെ അടുക്കളയിലോട്ട് വരുമ്പം ഒരെണ്ണം എനിക്ക് കത്തിച്ച് വെച്ചില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കത്തിച്ച് വെക്കും. ഇപ്പോൾ അതേ ഒരെണ്ണം തീർന്നതിൽ കത്തിച്ച് വെച്ചിട്ട്. പിന്നെ അച്ചാർ ആവശ്യത്തിനുള്ള കടുക്, ഉലുവ ഇതെല്ലാം കടയിൽ നിന്ന്, കടുക് എല്ലാവരും വീട്ടാവശ്യത്തിനുള്ളതും തീരാറായി. വീട്ടാവശ്യം അച്ചാറിൻ്റെ ഒന്നുമില്ല, നമ്മുടെ കടയിൽ നിന്നാണ് എടുക്കുന്നത്. 1/4 കിലോടെയാണ് സാധാരണ കടുക് എടുക്കുന്നത്, തീർന്നു. അപ്പോൾ ഓർത്തപ്പം കുറച്ച് 100-ൻ്റെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നെയാണ്. ഇത് ഒരു 2 അച്ചാർ എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വാട്സപ്പിലേ ഓർഡർ ഇട്ട് കൊടുത്തവർ പേയ്മെൻറ്റ് വരുന്ന ഉടനെ എൻ്റെ ഡയറിയിലങ്ങ് എഴുതി വെക്കുമേ, അല്ലെന്നുണ്ടെങ്കിൽ വിട്ടുപോകും. ടോട്ടൽ ചെയ്ത് കൊടുത്ത എല്ലാവരുടെയും ഡയറിയിൽ എഴുതാറില്ല, പേയ്മെൻറ്റ് വന്നവരുടെ മാത്രം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഡയറി ഒരാഴ്ച കൊണ്ട് തന്നെ നിറയും എല്ലാവരുടെയും എഴുതിയാൽ. കേരളത്തിന് പുറത്തോട്ട് കൂടുതലും ഞാനിപ്പം പോസ്റ്റാണ് അയക്കുന്നത് കേട്ടോ. കാരണം ചാർജ് നല്ല കുറവാണ്, നല്ല സർവീസ് ആണെങ്കിൽ. പക്ഷേ ഇതൊരാഴ്ചതെല്ലാം ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, പഞ്ചാബ്,
പിന്നെ എവിടെയാണ് അയച്ചത്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പുറത്തോട്ട്, ഹരിയാന, ഇവിടെയൊക്കെ കൊറിയർ ചാർജ് ഭയങ്കരമാണ്. പോസ്റ്റ് ആവുമ്പോൾ ഒരു 4 കിലോയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 200-ൽ താഴെ ഉള്ളൂ. ഒരു ഊഹക്കണക്കാണ് കേട്ടോ. കാരണം എനിക്ക് കറക്റ്റ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും വെയിറ്റ് അനുസരിച്ച്. അപ്പോൾ അത് നോക്കിയൊരു ഊഹക്കണക്കാണ് ഞാൻ നിങ്ങളുടെ നിന്നൊക്കെ എടുക്കുന്നത്. അയച്ചതിന് ശേഷം സ്ലിപ്പ് എൻ്റെ കൈ കിട്ടിയതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ ഒരു 10 രൂപയാണെങ്കിലും ഞാൻ തിരിച്ചിട്ട് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ഒന്ന് നമ്മുടെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കും, അടുത്ത ഓർഡർ തരുമ്പം അതിൽ കുറച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇപ്പം ഗൂഗിൾ പേ ചെയ്ത് തരണമെന്ന് ചോദിക്കാറുണ്ട്. ചിലരുടെ ഞാൻ വിട്ടുപോകാറുണ്ട്, ഉള്ള കാര്യം പറയില്ല. കാരണം സ്ലിപ്പ് അന്നന്ന് കിട്ടത്തില്ല. ഇനി അടുത്ത പോസ്റ്റ് അയക്കാൻ പോകുമ്പോഴായിരിക്കും ആ പഴയ സ്ലിപ്പ് നമ്മുടെ കിട്ടുന്നത്. അപ്പം ഞാൻ മറന്നു പോകും പലപ്പോഴും ജോസാൻ്റെ നിന്ന് ചോദിക്കാനായിട്ട്. ഓർക്കുന്നവരുടെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. എനിക്ക് എല്ലാവരും വാട്സപ്പിലാണെന്ന് മെസ്സേജ് ഇടുന്നത്. നല്ല നല്ല കമൻറ്റ് മെസ്സേജുകൾ പോലും അത് യൂട്യൂബിലൊരു കമൻ്റായിട്ട് ഇട്ടാൽ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. കാരണം എന്നെ അത്ര സപ്പോർട്ട് ചെയ്യുമല്ലേ നിങ്ങൾ അന്നേരം കമൻറ്റ് ഇടുമ്പോൾ. കാരണം മറ്റുള്ളവർ പലരും, ഞാൻ ഉൾപ്പെടെ ഒരു ചാനലിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടാലും എന്തെങ്കിലും പ്രോഡക്റ്റുകളുടെ വീഡിയോ കണ്ടാലും ആദ്യം കമൻറ്റാണ് നോക്കുന്നത്. ആരൊക്കെ മേടിച്ചിട്ടുണ്ട്, ആരൊക്കെ നല്ല കമൻറ്റ് ഇടുന്നുണ്ട്, അതാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലും ആദ്യമായിട്ടൊക്കെ കാണുന്നവർ അങ്ങനെ ആയിരിക്കുമല്ലോ. ആദ്യം ഞാനിങ്ങനെ പ്രോഡക്റ്റുകളെ പറ്റി പറയുമ്പോഴാണെങ്കിലും ആദ്യം തീർച്ചയായിട്ടും കമൻറ്റുകളായിരിക്കുമല്ലോ നോക്കുന്നത്. ഇവരുടെ നിന്ന് ആരൊക്കെ മേടിച്ചിട്ടുണ്ട്, ആരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ടെന്നായിരിക്കുമല്ലോ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ധാരാളം പേര്, 1000-ൽ കൂടുതൽ, 1000 അല്ല അതിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരൊക്കെ ഞാൻ വിചാരിക്കും ഇവരൊക്കെ ഒരു കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ എന്ത് സപ്പോർട്ടായിരുന്നു എനിക്കത്. സാധനം മേടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടില്ലെന്നല്ല, തീർച്ചയായിട്ടും അത് മേടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് ഒരു കമൻറ്റ് ഇടാനൂടെ മാറ്റിയാൽ എനിക്കത് സന്തോഷവും ഒരു സപ്പോർട്ടുമായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റുകളുടെ വളർച്ചയ്ക്ക് അത് സഹായിക്കും. അപ്പോൾ മുടിയുടെ പറഞ്ഞപ്പം കുറേ പേര് എനിക്ക് വാട്സപ്പിൽ, മെൻസി സത്യമായിട്ടും ബോംബെയിലുള്ള സമയത്ത് മെൻസിയുടെ മുടി എന്ത് ഭംഗിയായിരുന്നു കട്ട് ചെയ്തിട്ടേക്കുന്നത് ഞങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഏത് മോഡലാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ കണ്ടാലും ഒന്നുമില്ല. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇത്തിരിയൊക്കെ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ശരീരം സൂക്ഷിക്കണം. ഇത്തിരിയൊക്കെ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി മാറ്റണം. ശരിയാണ്, നമ്മൾ നമ്മുടെ ശരീരത്തിന് സ്നേഹിച്ചില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെയാണ് സ്നേഹിക്കുന്നത്? ഇതൊക്കെ അറിയാം, പക്ഷേ ചെയ്യില്ല. അതാണ് മെയിൻ കാര്യം. എൻ്റെ ഫേസിൽ ഞാനൊരു ക്രീം പോലും, നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നവർക്കറിയാം, ഞാൻ എങ്ങനെയാണോ ക്യാമറയുടെ മുമ്പിൽ ആ സെയിമാണ് നേരിട്ടും. ഒരു വ്യത്യാസവും ഇല്ല. എങ്ങനെയാണോ നിങ്ങൾ എന്നെ കാണുന്നത് ആ രീതിയിൽ തന്നെയാണ്. ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്നെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് വീട്ടിലെ ആളുകൾ വരുമ്പോഴും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ക്രീമുകളൊന്നും യൂസ് ചെയ്യാറില്ല. എലമെൻസിൻ്റെ തുടങ്ങിയ പിന്നെ അതിൻ്റെ ക്രീമും ഫേസ് വാഷും ഏകദേശം 1 വർഷത്തോളം കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതും വിട്ടു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എത്ര നാളത്തേക്കാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഫേസ് വാഷും ക്രീമും ഞാൻ ഇടുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്നെ കാണുന്ന ആരെങ്കിലും, നമ്മൾ വീട്ടമ്മമാരുണ്ടല്ലോ, നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടിലെ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യം, ഭർത്താവുണ്ടെങ്കിൽ അവരുടെ കാര്യം, വീട്ടുകാര്യങ്ങൾ, ക്ലീനിങ് ഒക്കെ. അപ്പം നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും മാറ്റുന്നുവെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് വേണ്ടി മാറ്റണമെന്ന്. പക്ഷേ അതെൻ്റെ തന്നെ തെറ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, ഇതിന് മാത്രം സമയമില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉദാസീനതയാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ വീഡിയോയിൽ ഞാൻ വലിയ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, പറയുന്നില്ല എങ്കിലും ചിലർ കമൻ്റ് ഇടുന്നത് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് പോലും അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ പണ്ടെങ്ങോ പറഞ്ഞ കാര്യങ്ങളാണ്, ബോംബെയിൽ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പോൾ ഓരോരുത്തർ കമൻ്റ് ഇടും. എല്ലാ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അടുക്കളയൊക്കെ വൃത്തിയാക്കി, വീട് വൃത്തിയാക്കി കിടക്കാവൂ. രാത്രിയിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ വീട് കണ്ടിട്ട് ഇവിടെ എന്തുമായിരുന്നു ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു വൃത്തിയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സാഹചര്യം എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ എന്നും പറഞ്ഞ് ഒരു കാര്യവും മാറ്റി വെക്കരുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ രാത്രിയിലെ അടുക്കളയിൽ നിന്ന് കയറി പോകുമ്പം എത്രയും വൃത്തിയായിട്ട് അടുക്കള ഇടാമോ അത്രയും വൃത്തിയാക്കിയ ശേഷമാണ് എത്ര സമയമെങ്കിലും, വെളുപ്പിന് 1 മണി 2 മണിക്കാണ് ഞാൻ അടുക്കളയിൽ നിന്ന് കയറുന്നതെങ്കിലും എല്ലാം ക്ലീൻ ആക്കി ഇട്ടിട്ടേ കയറത്തുള്ളൂ. അത് രാവിലെ അടുക്കളയിലോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നത്. അത് ചിലർ എനിക്കിപ്പോഴും വാട്സപ്പിൽ പറയാറുണ്ട്, ചേച്ചി അന്ന് തൊട്ട് ഞാനത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്, ഇത്ര സമയമില്ലെങ്കിലും വൃത്തിയാക്കി ഇട്ടിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ചിലർ പറയാറുണ്ട്, ഒന്നും വേണ്ട മെൻസി, ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാണുന്നത്, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു
തോന്നലാണ്. ഞങ്ങളുടെ അടുത്ത് കാര്യം പറയാൻ ഒരാൾ എൻ്റെ അടുത്തിരുന്നാരോ കാര്യം പറയുന്നത് പോലൊക്കെ തോന്നാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണേ എന്നൊക്കെ പറയാറുണ്ട്. ഇത്രയൊക്കെ സ്നേഹിക്കുന്ന എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് ഒരു ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയൊക്കെ നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പം ഞാൻ വീഡിയോ ഇടുന്നില്ല, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒന്നും തരുന്നില്ല എന്ന് എനിക്ക് തന്നെ ഒരു കുറ്റബോധമുണ്ട് കേട്ടോ. ഞാൻ ശ്രമിക്കാം വീഡിയോ ഇടാൻ. കാരണം അങ്ങനെയൊക്കെ പറയും ഒരാളാന്നേലും മതി. ഞാൻ ചിന്തിക്കും ഇപ്പോൾ 7 ലക്ഷം പേരുണ്ട്, 7 ലക്ഷം പേരിൽ ഒരാളൊരു കമന്റ് ഇട്ടാലും ചേച്ചിയുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്കതൊരു അവാർഡിന് തുല്യമാണ്. കാരണം ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നിന്നും ആരോ നമ്മളെ കാത്തിരിക്കുന്നു, നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്നു, നമ്മുടെ സംസാരം കേൾക്കാൻ കാത്തിരിക്കുന്നു, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് വരെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഭാഗം മാത്രം TV വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞു കുറേ കാര്യങ്ങൾ എവിടെയോ എത്തി. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻ തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം വറ്റിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ മീൻ തീരെ ചെയ്യുമ്പോഴേ ഇത് ഇത്തിരി കൂടി വറ്റിക്കും. ഇത്തിരി ചാറിട്ടാണ് ഓഫ് ചെയ്യുന്നത്. ജോസാൻ അതിനോട് അത്ര വലിയ പ്രിയമില്ല, നന്നായിട്ട് വറ്റണം. ഞാനപ്പോ എന്ത് ചെയ്യും, ജോസാന് കൊടുക്കുമ്പോൾ ഒട്ടും ലിക്വിഡ് ഇല്ലാതെ കഷ്ണങ്ങളും പീരയും മാത്രം കൊടുക്കും. എനിക്കെടുക്കുമ്പോൾ അതിന്റെ ആ ചാറ് ഒഴിച്ചിട്ട് ഞാൻ ചോറ് കഴിക്കും. എന്തു ടേസ്റ്റാണെന്നറിയാം. അതായത് കറിയുമായി പീരയുമായി ആ രീതിക്ക്. അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവര് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുവെങ്കിലും ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്തിരി വലുതായിരുന്നു. നിങ്ങൾ എത്ര പേര് ഫുൾ കണ്ടു എന്നറിയില്ല, എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും കമന്റ് ഇടണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. Till then, bye. God bless you.